2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. 12-കാരി ആസിയയ്ക്ക് ഭവനമൊരുങ്ങുന്നു. KJ മാക്സി MLA നേതൃത്വത്തിൽ ഭവനത്തിന്റെ തറക്കല്ലിട്ടു. 12-കാരി ആസിയയുടെ ദുരിതത്തിന് അർത്തിയായിക്കൊണ്ട് KJ മാക്സി MLA നേതൃത്വത്തിൽ വീടിന് തറക്കല്ലിട്ടു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കാടുപിടിച്ച പ്രദേശത്ത് ഇഴജന്തുക്കളെ ഭയന്ന് ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞിരുന്ന ആസിയ എന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദുരിത ജീവിതം പുറത്തു കൊണ്ടുവന്നത് ആര്യ എന്ന യുവതിയാണ്. മാതാവ് റസിയയും പിതാവ് സലീമും അടങ്ങുന്ന 3-അംഗ കുടുംബത്തിന് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചിക്കാർ എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് വീട് നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയായതിനാൽ ഇതിനുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഈ കടമ്പകൾ കടന്നുകൊണ്ട് ഭൂമി ആസിയയ്ക്ക് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KJ മാക്സി MLA പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ടുള്ള ഒരു ചാനൽ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേരുകയും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ആൾക്കാർ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ വരവും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ഇതിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്ന ഈ കർമ്മമൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കണമെന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ സഹായത്താൽ നമുക്കുണ്ടാകണം. ഈ ഒരു കൂട്ടായ്മ നമുക്കതിഗംഭീരമാണ്. ഇത് തീർച്ചയായിട്ടും ഏറെ മുന്നോട്ട് പോകണം. നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇടപെടുകയും ഈ സ്ഥലത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഇടപെടുകയും വില്ലേജ് ഓഫീസുമായിട്ടൊക്കെ സംസാരിച്ചു. ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥലം തന്നെയാണ്. ആ സ്ഥലം ഇതിനുശേഷം നമുക്ക് അവർക്ക് തന്നെ പറിച്ചിട്ടാനുള്ള നടപടിയും നമ്മൾ സ്വീകരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും സഹായിക്കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവൻ നേരത്തെ കൊച്ചിൻ അക്കാദമി ഏറ്റെടുത്തിരുന്നു. ആസിയ താമസിക്കുന്ന ഭൂമി സംബന്ധമായി ചില തർക്കങ്ങളുള്ള സാഹചര്യത്തിൽ ഭവന പദ്ധതികളൊന്നും ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. നിർധനരായവർക്ക് നിലവിൽ താമസിക്കുന്ന വീട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നവീകരിക്കാനും കഴിയാത്ത സാഹചര്യമായിരുന്നു. ആസിയയെയും കുടുംബത്തെയും വീട് നിർമ്മാണത്തിന് മുന്നോടിയായി വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. കൊച്ചിക്കാർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഈ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള രാഷ്ട്രകോയക്കങ്ങൾ, മുൻ കൗൺസിലറും കൊച്ചിക്കാർ ഗ്രൂപ്പിൻ്റെ ഭാരവാഹിയുമായിട്ടുള്ള ശ്രീ സാബു അലി, ഇതിൻ്റെ രക്ഷാധികാരി സീനത്ത് റഷീദ്, ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. നിർമ്മാണ കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ PM ഇസ്മുദ്ദീൻ, കൺവീനർ ആറ്റക്കോഴ തങ്ങൾ എന്നിവരും കല്ലിടൽ ചടങ്ങിൽ നേതൃത്വം നൽകി. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സ്മിത ബഷീർ, നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരി സീനത്ത് റഷീദ്, സാബു അലി, രാജേഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.